الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له أرسله عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة يراءون الناس ولا يذكرون الله إلا قليلا صدق الله مولانا العظيم قال رسول الله صلى الله عليه وسلم من جمع بين صلاتين بلا عذر فقد أتى بابا عظيما
من أبواب الكبائر صدق رسول الله صلى الله عليه وسلم. ثم عن الدنيا ماني بالوصال صال لا إله إلا الله لا إله إلا الله محمد رسول الله شل شريعة ولا تفشل إذ شريعته شرعة شفيعيا فؤادك الأفشال شال لا إله إلا الله ظل من لم يرضى بالقضاء الفضاء عليه لاق عيش من بعدم ذكر للفضال ضال لا إله إلا الله. മഹനീയമായ ഈ വേദിക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുനിരായ ഉലമാക്കളെ, മറാക്കളെ, മഹലിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ സംരക്ഷണവും പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് വളരെ റാഹത്തായ നിലയിൽ പ്രവർത്തനം നടത്തുന്ന മഹലിൻ്റെയും ദറസ് കമ്മിറ്റിയുടെയും കർമ്മോത്സുകരായ പരിപാലക സമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, മദ്രസ വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെ ഏറ്റവും പൊരുത്തപ്പെട്ട ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. റഹ്മുറാഹിമായ അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടയവർ, നമ്മുടെ മഹല്ലുകളുടെ പ്രവിശാലമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ, അള്ളാഹു ഏവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. കുറച്ച് ആളുകൾ ഈ ഭാഗത്തിരിക്കുന്നവർ ഇപ്പുറത്തെ ഭാഗത്തോട്ടൊന്നും ഇരുന്നോടെ, വരുന്നവർക്ക് ഒരു സൗകര്യമായിക്കോട്ടെ. കുറച്ച് പേര് ബാക്കിലുള്ള ആളുകൾ കുറച്ച് ഇപ്പുറത്ത് ഫില്ലായിക്കോട്ടെ. അതുപോലെ ബാക്കിലിരിക്കുന്നവരൊന്നും മുമ്പോട്ട് കയറിയിരുന്ന് ഉള്ള സഫുകളൊന്നും ഫില്ല് ചെയ്തോടെ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര താല്പര്യത്തിൽ നമ്മൾ മുമ്പോട്ടിരിക്കുന്നു അതേപോലെ നാളെ സ്വർഗത്തിൽ അള്ളാഹു സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുമ്പോട്ടിരുന്നോളെ, ഒഴിവുള്ള കസേരയ്ക്ക് കസേര മുന്നേക്ക് എടുക്കണ്ട, മുന്നിലുള്ള സീറ്റിൽ ഒഴിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ചെവി പോകും. ഒഴിവുള്ള കസേരയിലേക്ക് മുമ്പോട്ട് കയറിയിരുന്നാൽ മതി. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പവിത്രമായ മാസമാണ് റജബ് മാസം. റജബ് 27-നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദർബാറിലേക്ക് മുത്തുനബിയെ കൊണ്ടുപോയി നമസ്കാരം എന്ന മഹത്തായ കർമ്മം മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയത്. അഥവാ നിസ്കാരത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ് പരിശുദ്ധമായ റജബ് മാസം എന്നർത്ഥം. അള്ളാഹു നമസ്കാരം യഥാവിധി ചിട്ടവെക്കുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നിസ്കാരം എന്ന മഹത്തായ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് മാത്രമായി നൽകിയ ഒരു അമലല്ല. മുൻ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുബഹി കൊണ്ട് നമസ്കാരം നിർബന്ധമായിരുന്നു, അഥവാ പ്രഭാത സമയത്തുള്ള നമസ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് ഉലമാ പഠിപ്പിക്കുക. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും വിശുദ്ധമായ ഖുർആനിൽ പേര് പറയപ്പെട്ട 25 പ്രവാചകന്മാരെയും എണ്ണി എണ്ണി പറയാൻ സാധിക്കും. അവർക്കൊക്കെ ഇന്ന സമയത്ത് ഇന്ന നമസ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടും അവരുടെ പ്രബോധിത സമൂഹത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിൽ പല ആളുകളും പറയും നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം അല്ലാഹുവേ നമുക്ക് വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം അതാണ്. നിസ്കാരം എന്ന മഹത്തായ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാത്രം നൽകിയിട്ടുള്ളതല്ല, എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ വെച്ച് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമസ്കാരത്തിന്റെ രൂപവും ശൈലിയും നമ്മുടെ നമസ്കാരം പോലെ ആയിരുന്നില്ല അവർക്കുണ്ടായിരുന്നു. അതിന് വ്യത്യസ്തമായിരുന്നു, വ്യതിരക്തമായിരുന്നു. എന്ന് മാത്രമല്ല, 5 വഖത്ത് നമസ്കാരവും അതവർക്ക് അല്ലാഹു നൽകിയിട്ടുമില്ല. 5 വഖത്ത് നമസ്കാരം കൂടി അല്ലാഹു നൽകിയിട്ടുള്ളത് നമുക്ക് മാത്രമായിട്ടാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവരൊക്കെ പറയും സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, അല്ലേ ഇബ്രാഹിമേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും മകനാകുന്ന ഇസ്മായിലിനെയും പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് പോവുക. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ശിരസാ വഹിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും മകനാകുന്ന ഇസ്മായിലിനെയും കഅബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു പ്രാർത്ഥന നിർവഹിച്ചത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ പ്രാർത്ഥന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, അല്ല ഇബ്രാഹിമേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും മകനാകുന്ന ഇസ്മായിലിനെയും പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് ഉപേക്ഷിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും കഅബാലയത്തിന്റെ അടുത്ത് ഉപേക്ഷിക്കുകയാണ്. 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ചരിത്രമാണ്. പഠിച്ചു വെക്കണേ സഹോദര സഹോദരി. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചുവോ അത് പരിപൂർണമായി ചെയ്യുന്ന വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം. വഇദ് ബതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത് ഫഅതമ്മഹുൻ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു എന്ത് കൽപ്പിച്ചുവോ അത് പരിപൂർണമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതാ ലില്ലാഹ് വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സാധാരണ മനുഷ്യനല്ല. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്താ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രസ്ഥാനമാണ്, സമുദായമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മദ്ഹ് ഓതുകയാണ്. മൗലിദ് വദിക്കൽ ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിക്കുന്ന ബിദ്അത്തിന്റെ അഖിലുകാരെ പഠിച്ചു വെക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇദാ ഇബ്രാഹിം എന്ന അടിമയുടെ മദ്ഹ് ഓതുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രകീർത്തിക്കുകയാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതാ ഖാനിതൻ ലില്ലാഹ് വലം യകു മിനൽ മുശ്രികീൻ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യാത്ത ജീവിതം നയിച്ചതായ ഒരു വ്യക്തിയാണ് ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ഭാര്യയും മകനെയും പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ടുകൊണ്ട് പോയാണ്. പഠിച്ചു വെക്കണേ പുതിയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ. ഇന്ന് കാണുന്ന കഅബയുടെ പരിസരമല്ല, ഇന്ന് കാണുന്ന ക്ലോക്ക് ടവറുകൾ അതിന്റെ പരിസരത്തില്ല, ഇന്ന് കാണുന്ന ബിൽഡിങ്ങുകളില്ല. തരിഭൂമിയാണ്, മരുഭൂമിയാ. പക്ഷെ പറവാദികൾ പോലും കണകൂചനങ്ങൾ പൊഴിക്കാത്ത സ്ഥലമാണ് അന്നുള്ളതാകുന്ന മക്ക. വെള്ളമില്ലാത്ത സ്ഥലമാണ്, ദുരിതമാണ് അവിടെ താമസിക്കൽ. കേവലം ഒരു ഫൗണ്ടേഷൻ മലക്കുകൾ എടുത്തതാണ്. ആ കഅബയുടെ പരിസരത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും മകനാകുന്ന ഇസ്മായിലിനെയും കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിഞ്ഞു പോകവേ ഹാജറ ബീവി ചോദിക്കുകയാണ്, എവിടെയാണ് പോകുന്നത് ഭർത്താവേ? ഭർത്താവിന്റെ പോക്ക് കണ്ടപ്പോ ഭാര്യയ്ക്ക് മനസ്സിലായി, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാണ്. എന്റെ മകനെ ഉപേക്ഷിച്ചിട്ട് പോയാണ്. ആരുമില്ലാത്തതാകുന്ന കഅബയുടെ പരിസരം, ആരുമില്ലാത്തതാകുന്ന മരുഭൂമിയിൽ അല്പം വെള്ളം അല്ലാഹു അമറുക. അല്ലാഹുവിന്റെ കൽപ്പനയാണോ ഇബ്രാഹിമേ? ഇത് പടച്ച റബ്ബിന്റെ കൽപ്പനയാണോ ഇബ്രാഹിമേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തല അനക്കിക്കൊണ്ടാട്ടിക്കൊണ്ട് അതേ എന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നടക്കുകയാണ്. ദുഃഖിതനായി, വിരഹത്തോടുകൂടി, പ്രയാസത്തോടുകൂടി, നൊമ്പരത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. തുല്യതയില്ലാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബിക്ക് നൽകപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയെ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയെ അല്ലാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. റബ്ബി ഇന്നി അസ്കതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും ഇതാ കഅബയുടെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അല്ലാ, നിന്റെ കൽപ്പന ശിരസാവഹിച്ചിട്ടാണ്, നീ പറഞ്ഞാൽ അത് ചെയ്യുന്നവനാണ്. ഇബ്രാഹിം നബി ഒരു സാധാരണ വ്യക്തി
വ്യക്തിയല്ലല്ലോ. മഴവുമായി കോടാലിയുമായി വിറക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു ഇതാ ജിബ്രീൽ മുഖേന പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, ഇബ്രാഹിമേ സുന്നത്ത് കല്യാണം നടത്തണേ നടത്തണേ നടത്തണേ. കയ്യിലിരിക്കുന്ന മഴ കൊണ്ട്, കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കർമ്മം ഉടനടി ചെയ്യുകയാണ്. തന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗം ആരുടെയും സഹായമില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അല്ലാഹു കൽപ്പിച്ചതാണ്. അവൻ ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, അവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, അവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണ്, അവൻ ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, അവൻ ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്. അവനല്ലേ ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അവനല്ലേ എനിക്ക് ആഹാരം നൽകുന്നത്, അവനല്ലേ എനിക്ക് ജീവവായു നൽകുന്നത്, അവനല്ലേ എനിക്ക് സർവ്വതുമല്ല. അതുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടി ഞാനിതാ സർവ്വതും സമർപ്പിക്കുകയാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സമാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പർവ്വ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ. ആ പടച്ചറപ്പിനല്ലോ എന്റെ ജീവിതവും എന്റെ നമസ്കാരവും എന്റെ ഇബാദത്തും സർവ്വതും ആ റബ്ബിനല്ലയോ ആ റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയാണ്, റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നിന്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ ഒരു പക്ഷിപ്പറവാദികൾ കളകൂജനങ്ങൾ പൊഴിക്കാത്ത ഒരു വൃക്ഷലതാദികളോ സസ്യലതാദികളോ ഇല്ലാത്ത പാവപ്പെട്ട എന്റെ ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മകനെയും നിന്റെ കൽപ്പനയ്ക്ക് നിമിത്തമായി ഈ കഅബയുടെ പരിസരത്ത് ഞാനിതാ ഉപേക്ഷിച്ചിട്ട് പോയാണ് അല്ലാഹ്. ആരോരും തുണയില്ല റബ്ബേ. അതുകൊണ്ട് അവരിലേക്ക് ഒരു കൂട്ടം കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ നീ തിരിക്കണേ അല്ലാഹ്. അവർക്ക് നീ ഫലപുഷ്ടമാകുന്ന നീ ആസ്വാദനങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്തിനു വേണ്ടി എന്നറിയുമോ? റബ്ബനാ അല്ലാഹുവേ ഈ സർവ്വ ഫലങ്ങളും അവർക്ക് നൽകാനാ പറയുന്നത്. അവരിലേക്ക് കച്ചവടത്തിന്റെ ഹൃദയത്തെ ഈ പരിശുദ്ധമായ മക്കയിലേക്ക് ഈ കഅബയുടെ പരിസരത്തേക്ക് തിരിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് റബ്ബനാ ലിയുഖീമുസ്സലാ. അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹ്. അവർ നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹ്. അതിനു വേണ്ടിയാണ് അവരിലേക്ക് ആളത്തിരിക്കേണ്ടത്. എന്തിനു വേണ്ടി? അവർ നമസ്കാരമുള്ളവരാകുന്നതിന് വേണ്ടി. ഈ ചരിത്രത്തിലൂടെ നമുക്കെന്താ പാഠം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെയും ഭാര്യ അവിടെ കൊണ്ട് വിട്ടു എന്നുള്ളതല്ല നമുക്ക് പാഠം. ഇബ്രാഹിം നബിയുടെ ദുആയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു അവർക്ക് എന്തുണ്ടായിരുന്നു? എന്തുണ്ട്? നിസ്കാരമുണ്ടായിരുന്നു. ഖുർആൻ റബ്ബനാ ലിയുഖീമുസ്സലാ. നമസ്കാരത്തിന് വേണ്ടി, നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി അവരിലേക്ക് ഹൃദയത്തെ തിരിക്കണേ അല്ലാഹ്. ജനങ്ങളുടെ ഹൃദയത്തെ തിരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. കച്ചവട സംഘം വന്നു. ഇന്നും മദീനയിൽ മക്കയിൽ കിട്ടാത്ത ഏത് ഫലങ്ങളാണ് ഉള്ളത് സഹോദരങ്ങളെ? നമ്മുടെ നാട്ടിൻപുറത്തുള്ള സർവ്വ ഫലങ്ങളും അവിടെ അല്ലാഹു കൊടുക്കുന്നുണ്ട്. സീറ്റ് കഴിഞ്ഞാൽ ഇനി 2 സീറ്റും കൂടെ ഉണ്ട്, അന്നിരുന്നോളി, വേഗം വരും. അടാടാ കസേര ഒന്ന് ഒഴിച്ചു. അതാ ഈ സൈഡിലുണ്ട്, ഈ സൈഡിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. വാലണ്ടിയേഴ്സ് ആരെങ്കിലും ഒരാളൊന്ന് വെളിയിൽ നിന്നോളി. അപ്പോൾ അവരൊന്ന് സ്വീകരിച്ച് എത്തിയിരുത്തിക്കോളി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. അത് നമ്മുടെ സ്റ്റേജിൻ്റെതായി ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സീറ്റ് ഇട്ടിട്ടുണ്ട്.
വന്നിരുന്നോളി. അവിടെ ഒരാളൊന്ന് പറയാൻ വേണം. ആരെങ്കിലും ഒരാളെ നിർത്തി, ആരെങ്കിലും ഒരാളെ അവിടെ പറയാനുണ്ടെങ്കിൽ ഇവിടെ സീറ്റുള്ള കാര്യം പറയണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആ ബക്കറ്റ് പിരിവൊന്ന് കൊണ്ടുവന്നോളി. തുടക്കത്തിൽ തന്നെ പിരിവൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാന്ന് പറയാമല്ലോ. കൊണ്ടുവന്നോളി, വേഗം വാ. അല്ലാഹ് വേദിയുടെ ഇടതുഭാഗത്ത് പുരുഷന്മാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലുള്ള എല്ലാ സഹോദരങ്ങളും ആ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, വേഗം കൊണ്ടുവരാം. വേഗം വന്നിരുന്നോളി, വേഗം 10 മണി വരെ ഉള്ളു, സമയം കഴിയാറേ. വേട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ആ ഒഴിവുള്ള കസേരയിലേക്ക് ഒന്ന് കയറിയിരുന്നോളി, റാഹത്തായിട്ടിരിക്കണം. മുമ്പിലൊന്നും ഒഴിവിടല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വെളിയിൽ മോമിനികൾ ആരും നിൽക്കരുത്, എല്ലാവരും അകത്ത് വരണം. മോമിനികളൊക്കെ പുറത്ത് നിൽക്കാൻ പാടില്ല. ബക്കറ്റ് എല്ലാവരുടെ അടുത്ത് വരും. എല്ലാവരും നല്ലൊരു സഹകരണം, നല്ല രീതിയിൽ നമ്മുടെ കടബാധ്യതകൾ പരിപൂർണമായി നമുക്ക് ഒഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വലിയ അനുഗ്രഹമാണ്. നമ്മുടെ വടക്കം മലബാറിൽ തന്നെ ഏറ്റവും വലിയ ഉയർന്ന ഒരു മദ്രസ എന്ന മഹത്തായ കലാലയമാണ് നമുക്കുള്ളത്. പുതിയങ്ങാടിയിൽ നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും എന്നും അഭിമാനിക്കാവുന്ന തരത്തിലാണ് അൽഹംദുലില്ലാഹ് ഈ മദ്രസ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ നിയ്യത്തുകൾ നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ. മക്കളുടെ പരീക്ഷ എടുത്തു വന്നിരിക്കുകയാണ്. പരീക്ഷകൾ ഇന്ന് മുതൽ എഴുതി തുടങ്ങിയതാകുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഉന്നത വിജയം നൽകണേ അല്ലാ. ഉന്നത വിജയം നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ആ സൈഡിൽ വേണം ഇട്ട് കൊടുത്താലും മതി. ഇവിടെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ഫ്രണ്ടിക്ക് വന്ന് ഇരുന്നോണമെന്നില്ല. ചിലർക്ക് അങ്ങനെ ഒരു മടിയുണ്ടാവും. സ്കൂളിലൊക്കെ ഏറ്റവും ബാക്ക് ബെഞ്ച് ഇരുന്ന് ശീലിച്ചവർക്ക് പിന്നെ ഇവിടെ വന്ന് എങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും, അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ ഇരുന്ന് ആ സൈഡിൽ ഇട്ടിയാലും മതി. അല്ലാഹു സ്വീകരിക്കട്ടെ. ബക്കറ്റ് എല്ലാവരും ഒന്ന് കാര്യക്ഷമമാക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ശ്രദ്ധ ഇവിടെ ഉണ്ടായിക്കോട്ടെ, സമയം കളയുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമസ്കാരം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇബ്രാഹിം നബിയുടെ ദുആ വേറെയുണ്ട്, ഖുർആനിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി ربنا وتقبل دعاء. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ നമസ്കാരമുള്ളവനാക്കണേ അല്ലാ. റബ്ബി ജഅൽനി മുഖീമസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാ. മുഖീമസ്സല എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് കൃത്യത വെക്കുന്നവൻ, നമസ്കാരം നിലനിർത്തുന്നവൻ. വെറുതെ നിസ്കരിക്കല്ല, നിസ്കാരം കറക്റ്റ് നിലനിർത്താൻ തൗഫീഖ് കിട്ടും. അതിനുവേണ്ടി ആര് ദുആയിരുന്നു? സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ അങ്ങനെ ദുആ ചെയ്യണമെന്നർത്ഥം. അത് നല്ലതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നമസ്കാരമുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ നാഥാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യാൻ. ഇബ്രാഹിം നബിക്ക് നിസ്കാരമുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മക്കൾക്കും സന്താന പരമ്പരകൾക്കും നിസ്കാരമുണ്ട്. ഖുർആൻ അവരുടെ പരമ്പര തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോന്നും ഉണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മകനാണ്. സൂറത്തു മറിയം നോക്കിൻ ആയത്താണ്, ഖുർആൻ ആയത്ത് വെച്ച് തന്നെ പറയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കും.
ഞാൻ എന്താ ആദ്യം പറഞ്ഞു വരുന്നത് എന്താ, അമ്പിയാക്കൾക്ക് നിസ്കാരമുണ്ട് എന്നുള്ള കാര്യം, അവരുടെ സമൂഹത്തിന് നിസ്കാരമുണ്ട് എന്നുള്ളത് ഖുർആൻ കൊണ്ട് സമർത്ഥിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കും. بسم الله الرحمن الرحيم واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ. നബിയേ ഇസ്മായിൽ നബിയെ കുറിച്ച് ഒന്ന് സ്മരിക്കണേ റസൂലേ, ഇസ്മായിലിനെ ഒന്ന് അനുസ്മരിക്കണേ റസൂലേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അപ്പോൾ അത് പരിപൂർണമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് ആര്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വാഗ്ദാനം ലംഘിക്കുന്നവനാരാണ്? മുനാഫിഖ്. വൈദാ വഅദ അഖ്ലഫ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. വാഗ്ദാനം ചെയ്ത് അത് പരിപൂർണമായി പൂർത്തീകരിക്കും ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അപ്പൊ ഇസ്മായിൽ നബിയുടെ ക്വാളിറ്റിയാണത്. അല്ലാഹു മദ്ഹിയൻ, ഇതാണ് മദ്ഹ് എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെ അല്ലാഹു മദ്ഹിയൻ, അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വകാന റസൂലൻ നബിയാ, അദ്ദേഹം റസൂലുമാണ് നബിയുമാണ്. ഖുർആൻ അടുത്ത ക്വാളിറ്റി. റസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവരിക മാത്രമല്ല, ജനങ്ങളെ ആ ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കാണ് റസൂൽ എന്ന് പറയുക. നമ്മൾ മദ്രസ പഠിക്കാറുള്ളത്. നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ സ്വജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി, ആരെയും ദീനിലേക്ക് ക്ഷണിക്കണ്ട. അവരിങ്ങനെ ജീവിച്ച് ജനങ്ങൾക്ക് മാതൃക കാണിക്കുക. അവരെ കണ്ടുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യും? ദീനിലേക്ക് കടന്നു വരും. 1,24,000 പേരെ അള്ളാഹു ഈ ലോകത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി അയച്ചതിൽ 313 പേര് മാത്രമേ റസൂലുകളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നബിമാരാ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ സ്വന്തം ജീവിതം ഇങ്ങനെ കാണിച്ചു പോയിട്ടുള്ളൂ. ആരെയും ദീനിലേക്ക് ക്ഷണിക്കേണ്ടി വന്നിട്ടില്ല. ആളുകൾ അവരെ കണ്ടുകൊണ്ട് നന്നാവും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റസൂലായി വന്നത് എത്ര പേരാണ്? 1,24,000 പേരിൽ എത്ര പേര്? 313 പേര് മാത്രം. അതിന്റെ അർത്ഥം എന്താ? അവര് സ്വന്തം ജീവിതം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ജനങ്ങളെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്നു. ഇസ്ലാമിന്റെ ആദർശം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, തബ്ലീഗ് ചെയ്യുന്നു. അതാണ് അവരുടെ വ്യത്യാസം. ഇദ്ദേഹം രണ്ടുമാണ്. ആര്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം അഥവാ ഇബ്രാഹിം നബിയുടെ മകനാകുന്ന ഇസ്മായിൽ റസൂലുമാണ്, നബിയുമാണ്. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയാണ്, റസൂലുമാണ്, നബിയുമാണ്. ഖുർആൻ പറയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത റസൂലാണ്, നബിയാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ. അദ്ദേഹം തന്റെ കുടുംബത്തോട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർളിയാ. തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടവനാണ്, സ്വീകാര്യനാണ്. പുതിയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പാഠമാണ്. നമ്മൾ മാത്രം നമസ്കരിച്ചാൽ പോരാ. ഉത്താരം പള്ളിയിലേക്ക്, പുതിയങ്ങാടി പള്ളിയിലേക്ക് നീ നമസ്കരിക്കാൻ പോകുമ്പോ നിന്റെ മകനെ കൂടി നമസ്കരിക്കാൻ കൊണ്ടുപോകണേ, മകളെ നമസ്കരിക്കാൻ പ്രേരിപ്പിക്കണേ. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സീരിയലും സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയോട് ഭർത്താവ് പറയണേ, അല്ലയോ പ്രിയപ്പെട്ട പ്രിയതമാ, നമസ്കരിക്കുന്നില്ലേ, നമസ്കരിക്കുന്നില്ലേ? നമസ്കാരം നിർബന്ധമാണ്, നിസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കുന്നവരെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്, ചര്യയാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ വസ്സകാ. തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, സകാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർളിയ.
അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട ജീവിതമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം നയിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വാപ്പ നമ്മുടെ വല്യപ്പാക്ക് എന്ത് പറയും? നമ്മളോട് പറയും നിസ്കരിച്ചിട്ടോ ചോറ് കഴിക്കട്ടെ, ചോറൊക്കെ പിന്നെ കഴിക്കാം, നിസ്കരിച്ചിട്ടോ ഭക്ഷണം കൊടുക്കാൻ തന്നെ മാതാപിതാക്കൾ ചിലപ്പോൾ എന്താവും നിസ്കരിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയും. ഇന്ന് അതില്ല, ഇന്ന് ആദ്യം കുഴിമന്തി, പിന്നെ കുഴിമാന്തതിനെ കുറിച്ച് എന്തേയുള്ളൂ. വേഗം ഫുഡ് കൊടുത്ത് എന്നെ പൊന്നുമോൻ വാ ഫുഡ് കഴിക്കെന്ന് പറയാൻ. അതുകൊണ്ട് ചിന്തിച്ചോ, ആദ്യം മക്കളെ കൊണ്ട് നിസ്കാരം, അത് കഴിഞ്ഞിട്ട് മതി. അതിൽ 7 വയസ്സുള്ള കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. വിശുദ്ധ ഇസ്ലാം നിയമമാണത്. അടിച്ചുകൊണ്ട് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അതൊരു കളിതമാശയായിട്ട് എടുക്കരുത്. അത് വലിയൊരു ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്, വലിയ ഗൗരവമുള്ള വിഷയം. മക്കളെ കൊണ്ട് ചെയ്യിക്കണം. എന്നിട്ട് മതി മക്കൾക്ക് ഉമ്മ കൊടുക്കുന്നതും സ്നേഹിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ. സ്ത്രീകള് മകള് ശുദ്ധിയുള്ളവള്, അവള് ശുദ്ധിയുള്ള സമയത്ത് സംസ്കാരം നിലനിർത്തുന്നുണ്ടോ ശ്രദ്ധിക്കണം. ഉമ്മ ശ്രദ്ധിക്കണം. അവരുടെ അശുദ്ധിയുടെ സമയവും ശുദ്ധിയുടെ സമയമൊക്കെ ഉമ്മാക്ക് നല്ലപോലെ തിരിച്ചറിയാം. അപ്പൊ ഉമ്മ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടോ, മോള് നിസ്കരിക്കുക എന്ന് പറഞ്ഞ് ഉമ്മ പറയണം. എപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുക വേണ്ട. നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ യാ അല്ലാഹ് വേഗം നിസ്കരിക്കുക. കുടുംബത്തോട് കൽപ്പിക്കുന്നവൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണതെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇസ്മായിൽ നബിക്കും കുടുംബത്തിനും എന്തുണ്ട്? നിസ്കാരമുണ്ട്. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹം കുടുംബത്തോട് കൽപ്പിക്കോ കൽപ്പിക്കാതിരിക്കുക അതല്ല നമുക്കുള്ള വിഷയം. എന്താ? അദ്ദേഹത്തിന്റെ നമസ്കാരം ഉണ്ടായിരുന്നു, കുടുംബത്തിന് ഇബാദത്തുണ്ടായിരുന്നു, നിസ്കാരം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും, ഇബ്രാഹിം നബിയുടെ മക്കളല്ലേ ഇസ്ഹാഖ്, അദ്ദേഹത്തിന്റെ മകനല്ലേ യഅഖൂബ്, അദ്ദേഹത്തിന്റെ മകനല്ലേ യൂസുഫ്. ഒരു ഒച്ചയില്ലല്ലോ, അലൈഹിസ്സലാം എന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. എളാപ്പാടെ പേര് കേട്ടോ അനങ്ങാതിരിക്കുന്നല്ലോ, ഒച്ചത്തിൽ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനം കൊടുക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിക്കാൻ പറഞ്ഞവരെയൊക്കെ നിന്ദിക്കുക. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞോ, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാഖൂബ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലയോ, പടച്ച റബ്ബേ എനിക്ക് സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ച ചോദ്യം ഇതാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. വയസ്സ് 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 എത്തിയപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുന്നത് അല്ലാ എനിക്ക് മക്കളെ താ അല്ലാ എന്നല്ല. മക്കളെ താ അല്ലാ ആ ചോദ്യമല്ല. നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. പള്ളിയിൽ നമ്മൾ 100 കൊടുക്കാൻ, ബക്കറ്റ് കൊടുക്കാൻ, 5000 കൊടുത്തു, 10000 കൊടുത്തു, 1,00,000 കൊടുത്താലും നമ്മുടെ ദുആ ഇതായിരിക്കണം, സാലിഹായ സന്താനത്തെ താ അല്ലാ. അങ്ങനെ തന്നെ ചോദിച്ച് ശീലിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളില്ലാത്ത ആളുകളും മക്കൾ ഉള്ളവരും ഒക്കെ ദുആ ചെയ്യേണ്ടതാണ്. മക്കള് സാലിഹായി തീരണം. അല്ലെങ്കിൽ പോയി ഖലാസ്. പാപ്പാടെ കഴുത്തെ പിടിക്കുന്നതും ഉമ്മാടെ മാല പറിച്ചുകൊണ്ട് പോകുന്നവനാണെങ്കിൽ പോയില്ലേ. സാലിഹാകണം മക്കൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹായ സന്താനത്തെ നൽകണേ നാഥാ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ചോദ്യം പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ സഹിഷ്ണുതയുള്ള തഖ്വയുള്ള വിവരമുള്ള മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ അറിയില്ലയോ ഒരു ദുൽഹിജ്ജ 10 വാപ്പ ഇതാ മകനെ കുളിപ്പിക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞ് കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിച്ച് പരിശുദ്ധമായ മിനയുടെ താഴ്വാരത്തേക്ക് വാപ്പ ഇതാ കൊണ്ടുപോയാണ്. മകന്റെ കൈക്ക് പിടിക്കുകയാണ്, ഇടത് കൈയിൽ കത്തിയും കയറും എടുക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വന്നിരിക്കുകയാണ്, ഈ മകനെ ബലി കഴിപ്പിക്കാൻ കൽപ്പന വന്നിരിക്കുകയാണ്. മിനയുടെ താഴ്വാരത്തേക്ക് എത്തിയ വാപ്പ മകനോട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ.
പൊന്നുമോനെ, നിന്നെ അറക്കുന്നതായി വാപ്പ ഇതാ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് വാപ്പ മകനോട് പറയുമ്പോ 7 വയസ്സുള്ള പൊന്നുമോന് 7 വയസ്സുള്ള പൊന്നുമോ വാപ്പയോട് പറയുകയാണ്, യാ അബതി ഇഫ്അൽ മാ തുമർ. അല്ലയോ പ്രിയപ്പെട്ട വാപ്പ, അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ ഉപ്പാ. സാലിഹല്ലാത്ത ഒരു കുട്ടിക്ക് പറയാൻ സാധിക്കുമോ? വാപ്പയോട് പറയുകയാണ്, വാപ്പ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ ഉപ്പാ. ആണ് സാലിഹായ കുട്ടിയുടെ ലക്ഷണം. ചോദിച്ചു വാങ്ങിയതാണ് സാലിഹായ സന്താനത്തെ താ അല്ലാഹ്. നമ്മളെന്താ ചോദിക്കുന്നത്? പഠിച്ചവനെ, നമ്മൾ കുങ്കുമപ്പൂ ഒക്കെ കലക്കി കൊടുത്തിട്ടുണ്ട്, പഠിച്ചവനെ ഒന്ന് വെളുപ്പിച്ചേക്കണേ റബ്ബേ. നമ്മുടെ അനിയത്തിയുടെ കുട്ടി വെളുത്ത വന്നത്, അതുകൊണ്ട് നമ്മുടെ കുട്ടി ഇനി കറുത്തതെങ്കിൽ നമുക്ക് നിൽക്കളി ഉണ്ടാവൂല അവരുടെ മുന്നിൽ. അതുകൊണ്ടൊന്ന് മിന്നിച്ചേക്കണേ അല്ലാഹുവേ. കുങ്കുമപ്പൂ ഒക്കെ എത്ര വേണമെങ്കിലും കലക്കി കൊടുക്കാം. ദുബായിൽ നിന്ന് ഷാർജയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കലക്കി ഞാൻ അവളുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട്. പഠിച്ചവനെ എന്ന് വെളുപ്പിച്ചേക്കണേ അല്ലാഹ്, ചുമപ്പിച്ചേക്കണേ റബ്ബേ. ഇതാ നമ്മുടെ ദുആ. നമ്മുടെ മനസ്സിലെ ഒരു നിയത്ത്. ഇനി ദ്വാരുന്നില്ലേലും മനസ്സിലതാണല്ലോ. അച്ഛനെ വെളുപ്പിക്കണേ അല്ലാഹ്, കറുപ്പിക്കല്ലേ റബ്ബേ. പ്രസവം കഴിയുമ്പോൾ സോക്കേട് കയറുന്നു. ആ സൈസ് ഐറ്റം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സാലിഹാണെന്ന് ചോദിക്കുന്നുണ്ടോ? ആരും ചോദിക്കുന്നില്ല. വളരെ വിരളമാണ് സാലിഹാക്കണെന്ന് ചോദിക്കുന്നവരില്ല. അതൊക്കെ വേറെ വിഷയം. ഞാൻ അതിലൊന്നും പോകുന്നില്ല. അതിലേക്ക് പോയാൽ പിന്നെ പോകും. അത് മക്കള് സാലിഹാകണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു ദിവസം വെച്ചോളെ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ. ഒരുപാട് വിഷയങ്ങളാണ് അത് പഠിക്കേണ്ടത്. തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഒരുപാട് കാര്യമുണ്ട്. ഇപ്പൊ അതിലൊന്നും സമയമില്ല. അങ്ങനത്തെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമസ്കാരമുണ്ടായിരുന്നു. കുടുംബത്തെ നമസ്കാരത്തിന് കണ്ട് കൽപ്പിച്ചിരുന്നു. മക്കൾക്ക് വേണ്ടി ദുആയിരുന്ന ഇബ്രാഹിം നബിക്ക് പിന്നെ പരമ്പര മുഴുവനും അള്ളാഹു മക്കളെ നൽകിയെന്ന് മാത്രമല്ല, പരമ്പര മുഴുവനും ദീനിന്റെ പ്രബോധകരായി പ്രവാചകന്മാരായി അള്ളാഹു നിയോഗിക്കാൻ. ഇസ്മായിൽ, ഇസ്ഹാഖ്, യഅഖൂബ്, യൂസുഫ്, സുബ്ഹാനല്ലാഹ്, ഒക്കെ മക്കളാണ്, പരമ്പരയാണ്. ഒക്കെ വലിയ വലിയ പ്രവാചകന്മാര്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അറിയില്ലേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂസുഫ് നബി അലൈഹി സ്വലാം ആരെന്നറിയുമോ? അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം. യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം സദഖ റസൂലുള്ളാഹി. മാന്യന്റെ മകനാണ് യൂസുഫ്, അഥവാ ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകൻ യഅഖൂബ്, യഅഖൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാന്യന്റെ മകനാണ് യൂസുഫ്. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം. യൂസുഫ് ബിൻ യഅഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഷഫീഉന റസൂലുള്ളാഹി. ഒക്കെ മാന്യന്മാരാണ്. ഒക്കെ വലിയ വലിയ അമ്പിയാക്കൾ, മഹത്തുക്കൾ. ഒറ്റ ദുആ വാപ്പ, അല്ലാഹുവേ മക്കളെ സാലിഹായ ഒരു കുട്ടിയെത്താ അല്ലാഹ് കൊടുത്തതൊക്കെ അമ്പിയാക്കൾ. ചിന്തിക്കണം. അതാണ് ദുആയുടെ കടുപ്പം എന്ന് പറഞ്ഞത്. മക്കളില്ലാതെ കുറെ വിഷമിച്ചു, പക്ഷെ കൊടുത്തപ്പോഴോ സുബ്ഹാനല്ലാഹ്, ഒരൊന്നൊന്നര കൊടുക്കലാണ്. ആ പരമ്പര മുഴുവനും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയല്ലേ ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അനബി ദഅവത്തി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആയിലൂടെയാണ് ഈ ലോകത്ത് കടന്നു വന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരുപാട് വേറെ ഹദീസ് ഓതിപ്പോ സമയമില്ല, ഇതിലോട്ട് തിരിച്ചു വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്ക് നമസ്കാരമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَكُلًّا جَعَلْنَا نَبِيًّا وَجَعَلْنَاهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا وَأَوْحَيْنَا إِلَيْهِمْ فِعْلَ الْخَيْرَاتِ وَإِقَامِ الصَّلَاةِ وَإِيتَاءِ الزَّكَاةِ
وإقام الصلاة وإيتاء الزكاة. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളില്ലാതെ വിഷമിച്ച് അല്ലാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിക്ക് നാം ഇതാ ഇസ്ഹാഖെന്നും യാക്കൂബെന്നും സന്താന പരമ്പരകളെ നാം സംഭാവനയായി നൽകുകയാണ്. വകുല്ലൻ ജഅൽനാ നബിയ, അവരെയെല്ലാം നാം പ്രവാചകരുമാക്കുകയാണ്. ഇസ്ഹാഖിനെ പ്രവാചകനാക്കി, അദ്ദേഹത്തിന്റെ മകനാകുന്ന യാക്കൂബിനെ പ്രവാചകനാക്കി. തീർന്നില്ല ഖുർആൻ വീണ്ടും പറയുകയാണ്, വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്, അവർക്ക് മുഴുവനും നാം ഉത്ബോധനം നൽകി, നിങ്ങൾ സുകൃതം ചെയ്യണേ, ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കണേ. നമസ്കാരം നിലനിർത്തണേ. അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളാകുന്ന ഇസ്ഹാഖിനോടും അദ്ദേഹത്തിന്റെ മകനാകുന്ന യാക്കോബിനോടുമൊക്കെ അല്ലാഹു കൽപ്പിച്ചിരുന്നു, അവർക്ക് ഉത്ബോധനം നൽകിയിരുന്നു, നമസ്കാരം നിലനിർത്തണേ. നിസ്കരിക്കാതിരിക്കാൻ പാടില്ല, ഒക്കെ നിസ്കാരമുള്ളവരാകണം. എല്ലാവരോടും. ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിനെ അറിയില്ലയോ? മദിയൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തിയല്ലയോ ശുഐബ് നബി അലൈഹിസ്സലാം? പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഇലാ മദിയന അഖാഹു ശുഐബാ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം നിയോഗിച്ചത് മദിയൻ എന്ന സ്ഥലത്തേക്ക് മാത്രമാണ്. പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു നാട് പോലെ ഒരു പ്രദേശമാണ് മദിയൻ. ആ നാട്ടിലേക്ക് മാത്രമായി പ്രബോധനത്തിന് വേണ്ടി അയച്ചു ആരെ? ഒരു പ്രവാചകന്റെ പേരെന്താ? ശുഐബ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറഞ്ഞു അലൈഹിസ്സലാം. എന്താ ഒരു മഴി പോലെ? ഉറക്കെ പറഞ്ഞു ശുഐബ് നബി. വലിയ മഹാനല്ലേ? മൂസാ നബി അറിയാവോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ഉപ്പയാണ് ശുഐബ് നബി അലൈഹിസ്സലാം. നബിയുടെ ഭാര്യയാണ് സഫൂറ ബീവിയുടെ ഉപ്പയാണ് ശുഐബ് നബി അലൈഹിസ്സലാം. വലിയ മഹാനാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തന്റെ സമൂഹമാകുന്ന മദിയനിലേക്ക് ചെല്ലുകയാണ്, അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അപ്പോൾ ആ സമൂഹം അദ്ദേഹത്തോട് തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം ആ സമൂഹം തിരിച്ചു ചോദിച്ചു. ആ ചോദ്യം ഇവിടെ ഉണ്ട്, ഖുർആനിലുണ്ട്. ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകും ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തോട് അള്ളാഹു നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ആയത്തിലൂടെ തിരിയും. ഏതാണ് ആയത്ത്? بسم الله الرحمن الرحيم قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل ما نشاء. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹമാകുന്ന മദിയനിലേക്ക് ചെന്നുകൊണ്ട് അവർക്ക് ഇസ്ലാമിക പ്രബോധനം നടത്തുകയാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ നിസ്കരിക്കണേ, അല്ലാഹുവിന്റെ മുന്നിൽ വണങ്ങണേ, അവനെ വഴങ്ങണേ, സുജൂദ് ചെയ്യണേ. ആ സമുദായം ഉടനെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഖാലൂ യാ ശുഐബ്, അല്ലയോ ശുഐബേ അസ്സലാത്തുക തഅമുറുക അൻ നത്റുക മാ യഅബുദു ആബാഉനാ. നിന്റെ നമസ്കാരം ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ പൂർവികർ മുഖേന ഞങ്ങൾ ആരാധിച്ചു പോരുന്നതായ ബിംബങ്ങളുടെ വിട്ടുകൊണ്ട് നിന്റെ ദൈവത്തിന്റെ മുന്നിൽ കുമ്പിടാനാണോ? നിന്റെ ദൈവത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനാണോ? ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല, ഞങ്ങളതിന് ചെയ്യുകയില്ല. നിന്റെ ദൈവമാകുന്ന റബ്ബിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ ഞങ്ങളെ കിട്ടുകയില്ല ശുഐബേ. ആ സമൂഹം നമസ്കരിച്ചില്ല, അവർ നമസ്കാരത്തെ തിരസ്കരിച്ചു. പക്ഷെ അവരോട് എന്ത് കൽപ്പന ഉണ്ടായിരുന്നു? നിസ്കരിക്കാൻ കൽപ്പന ഉണ്ടായിരുന്നു. അവരുടെ ആ വർത്താനത്തിൽ നിന്ന് കിട്ടി, ഞങ്ങളുടെ പൂർവികരാകുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് കൈമാറി തന്ന ബിംബാരാധനകൾ വിട്ടുകണ്ട് ഈ പറയുന്ന നിസ്കാരത്തിലേക്ക് തിരിയാനാണോ ശുഐബ് പറയുന്നത്? പറ്റൂല കേട്ടോ, ആ പരിപാടി നടക്കൂല എന്ന് മദിയൻ നിവാസികൾ പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ.
അപ്പൊ അവരോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു? നിസ്കാരത്തിന് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ ആയത്തിൽ മനസ്സിലാവും. ഇനി അദ്ദേഹത്തിന്റെ മരുമകൻ, മകളുടെ ഭർത്താവ് ആര്? മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് നിസ്കാരമുണ്ട്. എന്തിനാ ഇത് പറയുന്നത്? ഈ പ്രവാചകന്മാരും അവരുടെ അനുയായികൾക്കൊക്കെ നിസ്കാരമുണ്ട്, അല്ല നമുക്ക് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നമസ്കാരത്തിന്റെ ശൈലിയും രൂപവും സമയവും ഒക്കെ വ്യത്യാസമുണ്ട്, അവരിൽ നിന്ന് വ്യതിരക്തമാണ്. പക്ഷെ അവർക്കും ഉണ്ടായിരുന്നു നിസ്കാരം. വിശുദ്ധ ഖുർആൻ നിസ്കാരമുണ്ടായിരുന്നു. അതിന്റെ കോലവും രൂപവും നമ്മുടെ ശൈലി തന്നെയാണോ? സുബഹിയുടെ സമയത്ത് 2 റക്അത്ത് ഖുനൂത്തൊക്കെ ഓതി ശാഫികൾ നിസ്കരിക്കുന്നത് പോലെയാണോ? ളുഹറിന്റെ സമയത്ത് 4 റക്അത്ത് നമസ്കാരമാണോ? അല്ല, ശൈലികൾ വ്യത്യാസമാണ്, സമയങ്ങളും വ്യത്യാസമാണ്. പല രീതിയിലായിരുന്നു അവരുടെ നമസ്കാരത്തിന്റെ ശൈലി. പക്ഷെ നിസ്കാരമുണ്ടായിരുന്നു അവർക്കൊക്കെ. ഓരോ പ്രവാചകരോട് ഓതി പറയാൻ സമയം ഒരുപാട് എടുക്കും. بسم الله الرحمن الرحيم وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ് വഅന അഖ്തറുതുക ഫസ്തമി' ലിമാ യൂഹാ. അല്ലയോ മൂസാ, നിന്നെ നാം പ്രവാചകരായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്തമി' ലിമാ യൂഹാ, ഉത്ബോധനം നൽകപ്പെടുന്ന കാര്യം നല്ലതുപോലെ കർണപുടം സാഗൂതം ശ്രദ്ധയിലെത്തി ഒന്ന് കേൾക്കണേ മൂസ. ഇന്നനി അനല്ലാഹ്, ആദ്യമായി ഉത്ബോധനം നൽകുന്നത് തീർച്ചയായും ഞാനാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല മൂസ. അതുകൊണ്ട് ഫഅ്ബുദ്നി, എന്നെ നീ ആരാധിക്കണേ. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നമസ്കാരം നീ മുറ പോലെ നിർവഹിക്കണേ മൂസ. വിശുദ്ധ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹു. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞ വാക്കാണത്. നിന്നെ ഞാൻ പ്രവാചകരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉത്ബോധനം നൽകപ്പെടുന്നത് ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ മൂസ. ആരാധനക്കർഹൻ ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ തീർച്ചയായും അല്ലാഹുവാണ്. എന്നെ നീ ആരാധിക്കണേ, നമസ്കാരം കൃത്യത വെക്കണേ. എന്നെ സ്മരിക്കാൻ, എന്നെ ഓർക്കാൻ നീ നമസ്കാരം കൃത്യത വെക്കണേ. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. അപ്പോൾ മൂസാ നബിക്ക് എന്തുണ്ട്? നമസ്കാരമുണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രവാചകന്മാർ ഓരോന്നും ഒക്കെ ഖുർആനാണ്. എന്തിനു ഈ ആയത്തൊക്കെ ഖുർആനിൽ വെച്ചിരിക്കുന്നത്? ഈ ആയത്തിനൊന്നും വേറെ അർത്ഥമില്ല. ഈ ആയത്തുകൾക്കൊന്നും വേറെ അർത്ഥം വെക്കാൻ പറ്റൂല. അതിന് നെസ്സായ അർത്ഥമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്തിനാ ഈ ആയത്തൊക്കെ പിന്നെ എങ്ങനെ ഖുർആനിൽ വെച്ചിട്ടുള്ളത്? നമുക്ക് പഠിപ്പിക്കാനാണ്. മുത്തുനബിയുടെ സമുദായമാവുന്ന നമ്മൾ പഠിക്കണം. നിസ്കാരം നമുക്ക് മാത്രമല്ല കേട്ടോ, മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവരും അള്ളാഹുവിനെ ബാധ്യപ്പെടുത്തവരാണ്. അവരിലുമുണ്ട് കളിതമാശ വെച്ചുകൊണ്ട് നടന്നവർ, നമസ്കാരത്തെ അശ്രദ്ധരായവർ, അവർക്ക് അതിന്റെ ശിക്ഷയുണ്ട്. നമ്മളിലുമുണ്ട് അശ്രദ്ധ പതിപ്പിക്കുന്നവർ, അവർക്ക് അതിന്റെ ശിക്ഷയും ഉണ്ടാകും. അള്ളാഹു കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും സക്കരിയ നബി അലൈഹി സ്വലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. ഇബ്രാഹിം നബിയെ പോലെ മക്കളില്ലാതെ വിഷണ്ണനായി ദുഃഖിതനായി നിലകൊണ്ട വ്യക്തിയാണ് ആര്? സക്കരിയ നബി അലൈഹി സ്വലാം. പ്രവാചകനാണ്. ഉറക്കെ പറഞ്ഞു സക്കരിയ അലൈഹിസ്സലാം. ഇതൊക്കെ നല്ല നല്ല പേരുകളാണ് കേട്ടോ. മൂസ, ഈസ, സക്കരിയ, യഹ്യ, ഇതൊക്കെ നല്ല നല്ല പേരുകളാണ്. ഈ പേരുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. വേറെ ആരെങ്കിലും ഉണ്ടോ? 2. വേറെ ആരും ഇല്ല. മുഹമ്മദ് എന്ന് പേരുള്ളവർ എത്ര പേരുണ്ട്? മുഹമ്മദ് 3, 4, 5, 6, 7, 8 മുഹമ്മദ്. ഒക്കെ നല്ല നല്ല പേരുകളാണ്. ഹദീസുണ്ടല്ലോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് കൊണ്ട് നിങ്ങൾ പേര് വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി, അംബിയാക്കളുടെ പേര് നിങ്ങൾ വെക്കണം. മുമ്പുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മുഹമ്മദ് പേര് വെക്കാൻ നമുക്ക് പേടിയാണ്. വല്ല തീവ്രവാദിയുടെ ലിസ്റ്റിൽ പെടുവോ, എയർപോർട്ടിൽ എമിഗ്രേഷന്റെ വിഷയത്തിൽ അവിടെ കാണാൻ പിടിച്ചു നിർത്തുവോ മുഹമ്മദ് കാണുമ്പോൾ എന്നുള്ള പേടിയാണ് നമുക്ക്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
അതിൻ്റെ ശ്രേഷ്ഠത ഞാനിപ്പോൾ പറയുന്നില്ല, യൂട്യൂബിലുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. മുഹമ്മദ് എന്നുള്ള പേരിൻ്റെ ശ്രേഷ്ഠത ഭയങ്കരമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവരെ വേഗം കയറ്റിവിടുമെന്നാണ് ഹദീസുണ്ട്, വേഗം കയറ്റിവിടും. قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ്സമാ. ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോൾ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു ചോദിക്കുകയാണ്, അലാ അറിയണേ, ഫല്ലക്കും ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ ഒന്ന് എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. ഫല്ലദുഖുലിൽ ജന്ന, ഫല്ലദുഖുലിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് മലക്കുകൾ മുഖേന വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ ആ പേര് പോലെ തന്നെ ജീവിക്കണം. മോമോന്ന് പേര് വിട്ടിട്ട് കള്ളും കുടിച്ചോണ്ട് നടക്കരുത്. മുസ്ലിയാർ പറഞ്ഞായിരുന്നു മോമോന്ന് പേരിട്ടാന്ന്, കഞ്ചാവ് അടിച്ച് സിഗരറ്റ് ഇതും വെച്ചോണ്ട് നടക്കുകയാണ്. അത് പറ്റൂല. പേര് പോലെ ജീവിച്ചാൽ ഭയങ്കര ശ്രേഷ്ഠതയാണ്. അങ്ങോട്ട് എത്തിയാവുണ്ട്. മുഹമ്മദ് എന്ന പേരുള്ളവർ എഴുന്നേക്കാൻ പറയാം. അലാ ലിയഖും ഇസ്മു മുഹമ്മദ്, പേര് മുഹമ്മദ് എന്നുള്ളവരൊക്കെ ഒന്ന് എഴുന്നേക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്, ആ പേര് മാത്രമുള്ളവർ എഴുന്നേറ്റോ. ഫല്ലദുഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലോട്ട് പോട്ടെ. യാ അല്ലാഹ്, യാ അല്ലാഹ്. ദുനിയാവിലും ഭയങ്കര റാഹത്താണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, മാമിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസ്ഖു റിസ്ഖ ഖൈർ. ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാവും. ഡെയിലി കുഴിമന്തി കഴിക്കാം, കുഴി മാന്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഖബറിൽ പോകുന്നത് വരെ നല്ലതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുഴിമന്തി കേൾക്കുമ്പോൾ ആ സന്തോഷം കണ്ട് എല്ലാവരുടെയും പല്ല് വെളിയിൽ കണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നല്ല ഭക്ഷണം അള്ളാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. ദുനിയാവിലെ അവന് മരണം വരെ നല്ല ഫുഡ് ഉണ്ടാവും. വീട്ടിൽ ഒരാൾ മതി മുഹമ്മദ് പേരുള്ള ഒരാൾ. മക്കൾക്കൊക്കെ നല്ല പേര് വെച്ചോളൂ. ഇന്നിപ്പോ പേരൊക്കെ വളരെ മോശമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കേൾക്കട്ടെ. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് പ്രഭാഷണം, നിങ്ങളത് കേൾക്കണം. ലൈവ് മുമ്പ് ചെയ്തതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ മാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞതാണ്. നോമ്പിന് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. പേരിന്റെ വിഷയം ഒരുപാടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല പേരിടുക, നല്ല പേരിടുക എന്നല്ല. മറ്റൊരു ഹദീസിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സലാസതും മിനൽ വലദ്, ആർക്കെങ്കിലും 3 മക്കളുണ്ട്, 3 ആൺമക്കളുണ്ട്, ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദ, അവരിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹല, അവൻ വിവരമില്ലാത്തവനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആർക്കെങ്കിലും മുഹമ്മദ് എന്നുള്ള പേര് 3 മക്കളുണ്ടായിട്ട് ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്നുള്ള പേര് പുരുഷന്മാരെ, രക്ഷിതാക്കളെ, നിങ്ങൾ വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വിവരമില്ലാത്തവരായി പോയി എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്നുള്ള പേര് ഭയങ്കര. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങൾ അബ്ദുല്ലാഹ് വ അബ്ദുർറഹ്മാൻ. അബ്ദുള്ള എന്ന നാമമാണ്, അബ്ദുർറഹ്മാൻ എന്ന പേരാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആർക്കാ പേരുള്ളത്? ആരെങ്കിലും ഉണ്ടോ? അബ്ദുള്ള, അബ്ദുർറഹ്മാൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങളെന്ന് ചാർജ് ചെയ്തതാട്ടോ, ഇനി തിരിച്ചു വരികയാണ്. ഇടയ്ക്ക് എന്തിനാ ഉസ്താദ് പേരിന്റെ വിഷയത്തിലോട്ട് നിങ്ങളെന്ന് ചാർജ് ചെയ്തതാണ്. ഇവിടെ ശ്രദ്ധിച്ചു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നാഫിയായ ഇൽമ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് മക്കളില്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് റബ്ബി ഹബ്ലി മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബതാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് ത്വയ്യിബായ പരിശുദ്ധനായ സാലിഹായ കുട്ടിയെ താ അല്ലാഹ്. ഇബ്രാഹിം നബി ദുആയിരുന്നു ഇത് തന്നെയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ സന്താനത്തെ താ അല്ലാഹ്. സക്കരിയ നബി ദ്വാരക്കുന്നതോ ത്വയ്യിബായ പരിശുദ്ധനായ സാലിഹായ കുട്ടിയെത്താ അല്ലാഹ്. കുട്ടിയെത്താന്ന് പറഞ്ഞ് ദ്വാരക്കുന്നിട്ടില്ല, ആരും ദ്വാരന്നിട്ടില്ല.
നമ്മളത് ദ്വാരപ്പിക്കുന്നത്. കുട്ടിയെ മതി, കുട്ടിയെ മതി, അടുത്തെ പിടിച്ചാലും കുഴപ്പമില്ല, നെക്കി പിഴിഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കുട്ടിയെ കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ ദ്വാരക്കണ്ട. സാലിഹായ സന്താനത്തെ എപ്പോഴും ദ്വാരക്കണം. മക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല, ദ്വാരക്കണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എപ്പോഴും പ്രശ്നം, വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ചെയിൻ വേണം, സ്വർണത്തിന്റെ ചെയിൻ വേണം എന്ന് പറയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ തീർന്നു. ഒരു സന്തോഷം മനസ്സിന് വരൂല. ആ ചെയിൻ വാങ്ങിച്ചു കൊടുത്ത് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഡിയോ സ്കൂട്ടർ വേണം, അടുത്ത ദിവസം ചെല്ലുമ്പോൾ പറയും ലുലു മാളിലൊന്ന് കൊണ്ടുപോകണം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ആണെങ്കിൽ അടങ്ങേറ് അല്ലേ? അപ്പൊ എപ്പോഴും ദ്വാരക്ക ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ, കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദ്വാരക്കേണ്ടത് അത് ആര് ശ്രദ്ധിക്കുന്നു? കല്യാണം കഴിയുന്നതിന് മുമ്പ് ദ്വാരുന്നോ? നേരത്തെ ദ്വാരെന്ന് വെച്ചോ. നല്ല സാലിഹത്തായ പെണ്ണിന് നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റും. നല്ല കുട്ടികളെ അള്ളാഹു നിനക്ക് നൽകും. അതിലൂടെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ഖുർആനിൽ പഠിപ്പിക്കല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ഇറക്കുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, ത്വയ്യിബായ പരിശുദ്ധനായ കുട്ടിയെ നൽകണേ അല്ലാഹ്. ഇബ്രാഹിം ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ ദുഃഖിതനായി വിഷണ്ണനായി നിലകൊള്ളുമ്പോഴും അദ്ദേഹം തന്റെ ഇബാദത്തുകൾക്കൊരിക്കലും തന്നെ ഒരു പോരായ്മയോ സംഭവിപ്പിച്ചിട്ടില്ല. കൃത്യമായി നമസ്കരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, ദുആ ചെയ്യുന്നവരെ, മക്കാമുകളിലേക്ക് പോകുന്നവരെ, പാലക്കോട് മക്കാമിലേക്ക് നീ പോയാലും, ഏർവാടിയിലേക്ക് നീ പോയാലും, ഭീമാപള്ളിയിലേക്ക് നീ പോയാലും, മമ്പുറത്തെ തങ്ങളെ കാണാൻ പോയാലും, അജ്മീർ ഹാദിയുടെ ഉറൂസിന് വേണ്ടി നീ പോയാലും, നിനക്ക് മസ്റ്റായി നിർബന്ധമായി നിന്റെ ജീവിതത്തിൽ വേണ്ടുന്നത് നമസ്കാരമാണ്. എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, സിയാറത്തിന് പോകുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി യാചിക്കുന്നുണ്ട്. അവരോട് നമ്മൾ ഇസ്തിഗാസ നടത്തട്ടെ, തവസ്സുലാക്കി അള്ളാഹുവിനോട് ചോദിക്കട്ടെ. എല്ലാം ഇസ്ലാം അനുവദിച്ചത് തന്നെയാണ്. പക്ഷേ നമസ്കാരത്തെ കളഞ്ഞു കൊടുക്കരുതേ. എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്, സിയാറത്തിന് വേണ്ടി പോകുന്ന സഹോദരങ്ങളുണ്ട്. നല്ല സിനിമാ പാട്ടുകളും സിനിമകളും കണ്ടുകൊണ്ട് കൈകൊട്ടി പാട്ടുകളും പാടിക്കൊണ്ട് യാത്ര തിരിക്കുന്നവരെ, ഈ യാത്ര ഒരിക്കലും തന്നെ ബറക്കത്തുള്ളതല്ല. ഔലിയാക്കളുടെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് സാലിഹായ സന്താനത്തെ അല്ലാഹു നൽകുകയുമില്ല. നമസ്കാരം നിലനിർത്തുന്നവരാകണേ. എത്ര വലിയ യാത്ര ചെയ്തിരുന്നാലും നിങ്ങൾക്കതാ നിർത്താതെ നമസ്കാരത്തെ പാഴാക്കാൻ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമസ്കാരം ചിട്ടവെക്കണേ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. പക്ഷേ നമസ്കാരത്തെ കളയുന്നില്ല. കൃത്യമായി നമസ്കരിക്കുകയാണ്. നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു മലക്കുകൾ മുഖേന സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ. ഇദാ യകരിയാ, നിനക്കിതാ ഒരു യഹ്യാ എന്ന ഒരു പൊന്നുമോനെ നിനക്കിതാ നാം സന്തോഷ വാർത്തയിലൂടെ നിനക്ക് നാം സമ്മാനിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന്റെ ചാരത്തേക്ക് മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിനക്കിതാ യഹ്യാ എന്നൊരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. സാലിഹായ മകനാണ്, പ്രവാചകനാണ്, നല്ല വ്യക്തിയാണ്. അന്യ സ്ത്രീകളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടവനാണ്. വസയ്യിദ
وحصورا وسيدا وحصورا ونبيا من الصالحين സാലിഹായ വ്യക്തിയാണ് യഹ്യായ എന്നൊരു മകനെ നിനക്ക് നാം സമ്മാനമായി നൽകുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനെ കൊണ്ടുള്ള സന്തോഷ വാർത്ത കിട്ടിയത് അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ഖുർആൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സന്തോഷാർത്ഥം അറിയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് എന്തുണ്ട് നിസ്കാരം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. അവർക്കൊക്കെ നിസ്കാരം ഉണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന വ്യക്തിയല്ലയോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ പ്രാർത്ഥന ഏതാണ്? ചെറിയ പ്രാർത്ഥനയല്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുവേ നമസ്കാരമുള്ളവനാക്കണേ അല്ലാഹ്. ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന മറിയം ബീവിയുടെ അടുക്കലേക്ക് ഈസാ നബിയെ പ്രസവിക്കപ്പെട്ടപ്പോ ജനങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ്, മറിയമേ നീ വല്ലാത്ത പ്രവൃത്തിയാണല്ലോ ചെയ്തത്. ഭർത്താവില്ലാതെ ഒരു കുട്ടിക്ക് ജന്മം നൽകിയവളാണ് നീ. വ്യഭിചരിച്ചവളാണ്. നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചെയ്ത് ആരും തന്നെ ചെയ്തിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മിണ്ടാതെ നിന്നുകൊണ്ട് തൊട്ടിലിലേക്ക് കൈ ചൂണ്ടുകയാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഇതാ സംസാരിക്കുകയാണ്. ഖുർആൻ പറയുകയാണ് ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയാ വജഅലനി മുബാറകാ ഐനമാ കുന്തു ഔസാനി ബിസ്സലാത്തി والزكاة ما دمت حيا. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ എനിക്കിതാ അടുത്തിടെ തന്നെ ഇഞ്ചീൽ എന്ന മഹത്തായ ഗ്രന്ഥം അല്ലാഹു നൽകാൻ പോയാണ്. തീർന്നില്ല വജഅലനി നബിയാ എന്നെ പ്രവാചകരുമാക്കുകയാണ്. തീർന്നില്ല വജഅലനി മുബാറകാ ഐനമാ കുന്തു ഞാൻ എവിടെ പോയിരുന്നാലും എന്തിൽ തൊട്ടാലും ബറക്കത്തുള്ളവനായി അല്ലാഹു എന്നെ മാറ്റിയിരിക്കുകയാണ്. തീർന്നില്ല വഔസാനി ബിസ്സലാത്തി സകാത്ത് കൊണ്ട് നമസ്കാരം കൊണ്ട് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാ ദുംതു ഹയ്യാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം എന്നോട് നമസ്കാരം കൊണ്ട് സകാത്ത് കൊണ്ട് അല്ലാഹു വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു എനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്ന് തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. പഠിച്ചു വെക്കേണ്ട പാഠം പ്രിയപ്പെട്ട മുസ്ലിമേ, പുതിയങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമസ്കാരം എന്ന മഹത്തായ കർമ്മം കേവലം നമുക്ക് മാത്രമുള്ള കർമ്മമല്ല. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബയ്യിന ഒന്ന് മറിച്ചു നോക്കണേ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമു الصلاة ويؤتوا الزكاة وذلك دين القيمة. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുൻഗാമികളാകുന്ന അഹ്ലു കിതാബിനോട്,
കഴിഞ്ഞതാകുന്ന സർവ്വജനങ്ങളോടും അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹുവിനെ ആരാധിക്കണേ, നമസ്കാരം നിലനിർത്തണേ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാ. നമസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ. സകാത്ത് നിങ്ങൾ കൃത്യമായി കൊടുത്തു വീരണേ. കാരണം ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ലോകത്തുള്ള സർവരോടും അല്ലാഹു കൽപ്പിച്ചത് തന്നെയാണ്. അത് തന്നെയാണ് മുത്തുനബിയോട് പറയുന്നത്, അഖിമിസ്സലാത ലിദുലൂകി ശംസി ഇലാ ഖസഖിൽ ലൈൽ. നബിയേ നബിയേ നമസ്കാരം നിലനിർത്തണേ നബിയേ, അവിടുത്തെ സമുദായം നിലനിർത്തണേ നബിയേ. കൃത്യമായി 5 വഖത്ത് സമയാസമയങ്ങളിൽ നിർവഹിക്കണേ. ഇന്ന് മുസ്ലിം സമുദായത്തിന് പറ്റിയ തെറ്റെന്താണ്? നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ സമയത്ത് നിർവഹിക്കുന്നവർ കുറവാണ്. കൂലിപ്പണിക്ക് പോകുവരൂ, ഉറങ്ങുന്ന ചെറുപ്പക്കാരാ സഹോദരി, അസ്സലാത്തു ഖൈറും മിനന്നൗം. ഉറക്കലേക്കാൾ ഖൈർ ഏതാണ്? നമസ്കാരമാണ്, നമസ്കാരമാണ്. ഈ ദുനിയാവിൽ നീ ഉറങ്ങാമെന്നവരല്ല, ഈ ദുനിയാവിൽ നീ വിശ്രമിക്കാമെന്നവരല്ല. നിനക്ക് ഉറക്കം നാളെ ആഖിറത്തിലാണ്. നീ ഖബറിൽ ഉറങ്ങേണ്ടവനാണ്. ഖബറിലേക്ക് കടക്കുമ്പോൾ നിന്നോട് മലക്കുകൾ പറയുന്നത്, നമസ്കാരം നിലനിർത്തിയവനെ, നിന്നോട് മലക്കുകൾ പറയുന്നത് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ നല്ല റാഹത്തായി മനസാന്നിധ്യത്തോടുകൂടി മനസമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി തിങ്ങി നിറഞ്ഞ സന്തോഷത്തോടുകൂടി നീ ഉറങ്ങണേ ഉറങ്ങണേ. നിന്നോട് മലക്കുകൾ ഖബറിൽ കടക്കുമ്പോൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നീ വിശ്രമിക്കുകയല്ല. 3-4 മണിക്കൂറുകൾ സമയമെടുത്തുകൊണ്ട് പാതിരാത്രി സമയം മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ചെറുപ്പക്കാരെ സഹോദരങ്ങളെ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരാ സഹോദരാ, ഫേസ്ബുക്കും വാട്സാപ്പുമായി പാതിരാത്രി സമയങ്ങളിൽ ചാറ്റിങ്ങിലൂടെ സമയങ്ങളെ കൊന്നു തിന്നുന്ന സഹോദരി, നേരം വെളുക്കുന്നവരെ കാമുകനുമായി ഭാഷണം നടത്തിക്കൊണ്ട് പ്രവാസ ലോകത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടമാരുടെ കൊണ്ട് മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ട കാമുകനുമായി നേരം വെളുക്കുന്നവരെ ഭാഷണം നടത്തുന്നവരെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള സ്ത്രീകളുടെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടിട്ട് അവരുടെ അംഗലാവണ്യങ്ങൾ അവരുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ ആകർഷനായിക്കൊണ്ട് അവളുമായി സംവദിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കുന്നവരെ, നമസ്കരിക്കണ്ടേ നമസ്കരിക്കണ്ടേ. ഒരു 2 റക്അത്ത് നീ ഉറക്കത്തിൽ നിന്നേക്ക്, ഒരു 2 റക്അത്ത് ഹജ്ജ് നമസ്കാരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നീ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്ക് പൊന്നുമോനെ. നിനക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, നിനക്ക് കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല. നിനക്ക് ഏറ്റവും സമുന്നതമായ പദവിയിലേക്ക് ഉയരാൻ പറ്റുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂർ വബുർഹാൻ വശഫീഉൻ വനജാതുൻ യൗമൽ ഖിയാമ വമൻ ലം യുഹാഫിള് അലൈഹാ ലം തകുൻ ലഹു നജാത് വലാ ബുർഹാൻ വലാ ശഫീഉൻ യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ നമസ്കാരം നിലനിർത്തിയവൻ, കൃത്യമായി നമസ്കാരത്തെ സൂക്ഷിച്ചവൻ, രാവിലെ സുബഹിയുടെ വഖ്തത കൃത്യമായി ഗൗനിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ സുബഹിയിലേക്ക് തപ്പി തടഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരെ, ഇശാ നമസ്കരിക്കാൻ കടന്നു വരുന്നവരെ, നിനക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. നാളെ നിനക്ക് ഈ നമസ്കാരം ശുപാർശകനാണ്. നമസ്കരിക്കാൻ നിലകൊണ്ടവനെ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ പോസ്റ്റ് മറിച്ചിട്ടുകൊണ്ട് മഗ്‌രിബും ഇശാവും ഖളാക്കിയവരെ, കൂട്ടുകാരുമായി ചീട്ട് കളിച്ച് നടന്നവരെ, സിഗരറ്റ് വലിച്ചുകൊണ്ട് പള്ളിയുടെ മുറ്റത്തിരുന്നുകൊണ്ട് സ്വറ പറഞ്ഞവരെ, മോശപ്പെട്ട സിനിമാ കഥകൾ കേട്ടുകൊണ്ടിരുന്നവരെ, തിയേറ്ററിലേക്ക് വെള്ളിയാഴ്ച ദിവസം തന്നെ റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് പോയവരെ, ജുമഅയെ ഫസാദാക്കിയവരെ, തന്റെ പ്രിയപ്പെട്ട നമസ്കാരങ്ങളെ കളങ്കപ്പെടുത്തിയവരെ, നിനക്ക് കിട്ടുന്നതാകുന്ന കോട്ടം എന്തെന്നറിയുമോ? നമസ്കാരം കടന്നു വരികയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമസ്കാരം ചിട്ടവെക്കുന്ന സാലിഹ്യങ്ങൾ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഈ സദസ്സിൽ നിന്ന് വലിയ തുക ഒന്നും ചോദിക്കുന്നില്ല.
2000 വെച്ച് ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹോദരങ്ങൾ ഒന്ന് കൈയുയർത്തിക്കണം. ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. ഒന്ന് വേഗം ഒന്ന് കൈയുയർത്തിയാൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി അവർക്ക് ദുആരക്കും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന് അൽഹംദുലില്ലാഹ്. ധാരാളം ആളുകളുണ്ട്. 2 ഒന്ന് വേഗം കൈയുയർത്തിക്കോളി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ പേരൊന്ന് എഴുതണം. ഒന്ന് പേരൊന്ന് എഴുതണം വേഗമായിട്ട്. ബിസ്മില്ലാ. ഒന്ന് ഇറങ്ങിന്നോളി വേഗം. ഒരാളൊന്ന് ഇറങ്ങി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന് കൈയുയർത്തിക്ക. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത ആളാരാണ്? അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. നിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാത്തി രക്ഷിക്കണേ റബ്ബേ. ഏത് സഹോദരങ്ങളാണോ കൈയുയർത്തിയവരുടെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്റെ മകൻ ഹാഫിളാകണം, ആലിമാകണം, കൃത്യമായി നമസ്കരിക്കുന്നവരിൽ പെടണം. ഇബ്രാഹിം നബി ദുആ ചെയ്തതുപോലെ എനിക്കും എൻ്റെ സന്താന പരമ്പരകൾക്കും ദീനിയായ ഖുവ്വത്തുണ്ടാകണം എന്നത് പ്രാർത്ഥിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ ഈ സദസ്സിൽ ആരാ നൽകുന്നത്? അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിച്ച അവിടെ ബാക്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഞാനുണ്ടല്ലോ ഇത്ര ആളുകൾക്കിടയിൽ ഞാൻ 2000 ചോദിച്ച എല്ലാവരും ഭാഗമാക്കാനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ അല്ലാഹു കബൂലാക്കട്ടെ. നിയ്യത്തുൽ അല്ലാഹു സാധൂകരിക്കട്ടെ. പേര് കിട്ടണം, പേര് പറയണം. സ്ത്രീകളുടെ ഭാഗത്തെ കൊഞ്ചൽ ഇൻഷാ അല്ലാഹ് സ്വർണത്തിന്റെ മോതിരം ഉണ്ടാവും. അല്ലാഹു സ്വീകരിക്കട്ടെ. വേഗം അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ അല്ലാ. സഹോദരങ്ങളെ, നമുക്കൊരു ചെറിയ വിപത്തുണ്ടായാൽ നേരം വെളുക്കുമ്പോൾ ഒരു ചെറിയ വേദന വന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഡോക്ടർ പറയുകയാണ് മാരകമാകുന്ന രോഗമാണല്ലോ, മാരകമാകുന്ന ക്യാൻസർ ആണല്ലോ. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ചാലും ആ രോഗത്തിൽ നിന്ന് മുക്തതയുണ്ടാകുമോ? മാരകമാകുന്ന രോഗങ്ങൾ നമുക്ക് ഏകാതിരിക്കാൻ, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കോ നമ്മുടെ മക്കൾക്കോ ഭാര്യ സന്താനങ്ങൾക്കോ ഭർത്താവിനോ പടച്ചിറപ്പ് നൽകാതിരിക്കാൻ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് സ്വതക്ക നൽകണേ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. ഈ നൽകുന്ന സഹോദര സഹോദരിമാരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വേഗം എഴുതണേ, വേഗം എഴുതണേ. 2 സ്വർണത്തിന്റെ മോതിരം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. ഏത് സഹോദരിമാരാണോ കൈകളിൽ നിന്ന് ദൂരി നൽകിയത് അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി നൽകണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ റബ്ബേ. പാരത്രിക ലോകത്തെ വിജയികളുടെ കൂട്ടത്തിലുള്ള പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സർവ്വബത്തുകളിൽ നിന്ന് നീ കാവൽ നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാണ് ഇനി അടുത്ത? വേഗം സ്ത്രീകളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഇനിയുണ്ട്. സ്വർണത്തിന്റെ മോതിരം നൽകും. നമ്മുടെ ശരീരത്തിൽ എത്രയോ സ്വർണ്ണമുണ്ട്, നമ്മുടെ കൈകളിലുണ്ട്, വീട്ടിലൊരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മോതിരമെങ്കിലും ഇൻഷാ അല്ലാഹ് ദീനിന് വേണ്ടി ഒരൊറ്റ മോതിരമെങ്കിലും കൊടുക്കുന്ന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെ മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, ഇല്ലെങ്കിൽ നാളെ മലക്കുകൾക്ക്, റഹ്മാൻ എന്ന മലക്കിന് രേഖപ്പെടുത്താൻ ഉണ്ടാവണം, അവൾ ഇന്ന ഒരു സദക്ക ചെയ്തിട്ടുണ്ട്, കാര്യമായ ഒരു സദക്ക. അത് അവളുടെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരമാണ്. നമ്മൾ മുൻഗാമികളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എന്താണ് സഹോദരങ്ങളെ കൊടുത്തിട്ടുള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധവേളയിൽ മുത്തുനബി സഹായം ചോദിച്ചപ്പോൾ 300 ഒട്ടകങ്ങൾ നൽകാമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ട് നബിതങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്നാണ്. വീട്ടിലേക്ക് പോയി ഒരു സ്വർണത്തിന്റെ കിഴി കൊണ്ടുവന്ന് മുത്തുനബിയുടെ കൈകൾ വെച്ച് കൊടുത്തു. ഫലഇബ ബിഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അത് മടിത്തട്ടിലിട്ടുകൊണ്ട് ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് പോലെ കളിച്ചു എന്നാണ് പറഞ്ഞ. അത്രമാത്രമുണ്ട്. ഒരു യുദ്ധത്തിന് വേണ്ടുന്ന സാധന സാമഗ്രികൾ മാത്രമല്ല, എല്ലാം അതുകൊണ്ട് കഴിയും. ഹബീബ് റസൂലുള്ളാഹി. അതാണ് സദഖ എന്ന് പറഞ്ഞാൽ. നബി തങ്ങൾ പറഞ്ഞു, മാ ലറ ഉസ്മാൻ വമാ ബഅദ ഹാദ മാ അമില ബഅദ ഹാദല്ലോ. ഈ പ്രവർത്തിക്ക് ശേഷം ഉസ്മാൻ ഒരിക്കലും പിഴയ്ക്കുകയില്ല. ഉസ്മാൻ സ്വർഗ്ഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സദഖ കൊണ്ട് സ്വർഗ്ഗത്തിൽ കടന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അമൽ ചെയ്തില്ല എന്ന അർത്ഥത്തിലല്ല, വേറെ നിസ്കരിച്ചില്ല എന്ന അർത്ഥത്തിലില്ല. പക്ഷെ ആ സ്വതക്ക ചെയ്തപ്പോഴാണ് നബിതങ്ങൾ ആ സ്വർഗത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് എന്നർത്ഥം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വേഗം ഇനി ആരാ ഉള്ളത്? അതിന് താഴെയുള്ള സ്വതക്ക 1500 1000 കഴിയുന്നവര് അള്ളാഹു സ്വീകരിക്കട്ടെ. എത്ര ചെറുതും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലുത് തന്നെയാണ്. ആരും ഒരു കുറവും വിചാരിക്കണ്ട. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുന്ന അള്ളാഹു സ്വീകരിക്കട്ടെ.
ഒരു സ്വർണത്തിന്റെ മോതിരം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഏത് സഹോദരിയാണോ നൽകിയത് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാരുപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇനിയുണ്ട് വേഗം സ്ത്രീകളുടെ ഭാഗത്തൊന്നും ചെല്ലി ഇൻഷാ അല്ലാഹ്. ധാരാളം സഹോദരിമാർ ഇൻഷാ അല്ലാഹ് ഇനിയും നൽകും. നല്ല മനസ്സുള്ള സുമനസ്സുള്ള സഹോദരിമാർ ഇനിയുണ്ട് ഇൻഷാ അല്ലാഹ്. നല്ല നിയ്യത്തിൽ കൊടുക്കും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. രാവിലെ എനിക്ക് നാട്ടിലെത്തേണ്ടതുണ്ട്, ഒരു കുടിയിരിക്കലുണ്ട്, അതുകൊണ്ടാണ് ധൃതി. ഈ സുബൈക്ക് അവിടെ അത് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച ഒരു സംഭവമാണ്. നമ്മൾ തന്നെ അവിടെ സുബൈക്ക് എത്താന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് 8 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം സ്റ്റോപ്പ് ചെയ്തത്. ഒരു 1.5 മണിക്കൂർ അൽഹംദുലില്ലാഹ് 1.25 മണിക്കൂർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂർ തികഞ്ഞിട്ടില്ല, 1.25 ഉള്ളു. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വേറെ കോമഡി തമാശയൊന്നും ഇല്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു ഭാഗങ്ങളിൽ അത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സംവദിക്കാം. പുതിയങ്ങാടിയിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഭാഗത്ത് സ്റ്റേജ് കെട്ടിയിട്ട് ഇങ്ങോട്ടൊരു ഭാഗം മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ട്. അത് ഇതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ മദ്രസയുടെ എന്തോ ഒരു കേസ് കേട്ട് തന്നെയാണ്. നമ്മുടെ ഈ സ്ഥാപനം വരുന്നതിന് മുമ്പാണ്, മദ്രസ വരുന്നതിന് മുമ്പ്. ഉത്താരം പള്ളിയിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് പ്രാവശ്യം 2-3 ദിവസങ്ങളായിട്ട് പ്രസംഗം നടത്താൻ പറ്റിയിട്ടുണ്ട്. അന്ന് നമ്മുടെ ജലീൽ സാഹിബാണ് അന്നും വിളിച്ചത്. ഇപ്രാവശ്യവും ജലീൽ സാഹിബ് തന്നെയാണ് മുമ്പന്തിയിൽ നിന്നത്. അതുപോലെ നമ്മുടെ മുസ്തഫ ഹാജി പ്രസിഡന്റ് അടക്കം എല്ലാവരും വലിയ സഹകരണം നൽകിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വരുമ്പോൾ ഒരു 3-3.5 മണിക്കൂർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. 2 ദിവസം വെക്കാം, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഡേറ്റ് ഒന്നും ഇപ്പം തന്നെ തന്നേക്കായിരുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ഡേറ്റ് തന്നെ ഒത്തിങ്ങനെ വന്നതാണ് അൽഹംദുലില്ലാഹ്. ലാസ്റ്റ് ഈ 13 വിനീതം കൊടുത്തതിനനുസരിച്ചാണ് ഇങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്ത് വന്നത് തന്നെ, പരിപാടി ചാർട്ട് ചെയ്ത് വന്നത് തന്നെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഒന്നാമത് പരീക്ഷയാണ്, കുട്ടികൾക്കൊക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് SSLC തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കൂടാം. അതിനൊക്കെ സമയവും സന്ദർഭവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരീക്ഷാക്കാലമൊക്കെ ഒന്ന് മാറി ഇൻഷാ അല്ലാഹ് ഒന്ന് മാറിയിട്ട് നമുക്ക് ഒരു ദിവസം നമുക്കൊന്ന് കൂടണം, എല്ലാവർക്കും ഒരുമിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ബന്ധങ്ങൾ ഈ നാട്ടിലുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. മുട്ടത്തുള്ള പ്രിയപ്പെട്ട സഹോദരൻ മുസ്തഫ ഹാജി സദസ്സിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അദ്ദേഹത്തെയും കുടുംബത്തെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ജലീൽ സാഹിബ്, അതുപോലെ തന്നെ മഹ്മൂദ് സാഹിബ് ഇന്ന് ഭക്ഷണം നൽകിയ ഉത്താരംപള്ളിയിലടുത്തുള്ള പ്രിയപ്പെട്ട സഹോദരൻ, പഴയകാല സുഹൃത്തുക്കൾപ്പെട്ടവരാണ്. അതുപോലെ അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ ഉത്താരംപള്ളിയുടെ ചാരത്തുള്ള സഹോദരനാണ്. അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു പ്രയാസത്തിലാണ്, മാറാൻ വേണ്ടി പ്രത്യേകം ദുആന്റെ വസിയത്തിനുണ്ട്. അള്ളാഹു ആ പ്രശ്നത്തിൽ നിന്ന് മകനെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹ്യങ്ങൾ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ബഹുമാനപ്പെട്ട ശൈഖുന മാണിയൂർ ഉസ്താദിന്റെ സദസ്സാണ് നാളെ. നമ്മളൊക്കെ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നതും ശൈഖുനയുടെ പ്രാർത്ഥനയും ദുആആണ്. ദുആഇന് ഇജാബത്തുള്ള വലിയ വ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ ഏവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ലിസ്റ്റ് കുറച്ചുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഒന്ന് വായിക്കും. ഒരെണ്ണം ഇൻഷാ അല്ലാഹ് മക്കയിൽ വെച്ച് മരണപ്പെടാനും ജന്നത്തുൽ മുഅല്ലിൽ ഖബറടക്കം ചെയ്യാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഉസ്താദ് പ്രത്യേകം ദുആ ഇറക്കണം. അത് വലിയ ഖൈറാണ്. ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, വളരെ നല്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. മൻ മാത ഫി അഹദിൽ ഹറമൈനി ലം യുഹാസിബു ലഹു അബദാ ശഫീഉന റസൂലുള്ളാഹി. ആരെങ്കിലും രണ്ടാലൊരു ഹറമിൽ മക്കയിലോ മദീനയിലോ വെച്ച് മരിച്ചാൽ അവർക്ക് ഹിസാബ് ഉണ്ടാവൂല സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ കിട്ടലാണ്. ഹജ്ജിന് വേണ്ടി പോകുന്നു. മൻ മാത അഖീബ റമളാന ഔ അഖീബ ഉസ്വിൻ ഔ അഖീബ ഹജ്ജിൻ മാത ഷഹീദ. ഒരാൾ ഹജ്ജ് ചെയ്ത ഉടനെയോ അല്ലെങ്കിൽ റമളാനിന് ശേഷമോ അതല്ല ഒരു യുദ്ധത്തിന് ശേഷമോ, യുദ്ധത്തിൽ മരണപ്പെട്ടില്ല, യുദ്ധം കഴിഞ്ഞിട്ട് പിന്നീട് ഉടനെ അദ്ദേഹം മരണപ്പെട്ടു, റമളാൻ കഴിഞ്ഞ് മരണപ്പെട്ടു, റമളാനിലെ 30 നോമ്പ് പിടിച്ചതിന് ശേഷമാണ് അയാൾ മരണപ്പെട്ടത്, ഇബാദത്തിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ വേറൊരു വ്യക്തി അദ്ദേഹം ഹജ്ജിന്റെ അമലൊക്കെ കഴിഞ്ഞിട്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ മാത്ര ഷഹീദ, അദ്ദേഹം ഷഹീദിന്റെ കൂലിയുമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ അവിടെ വെച്ച് മരിക്കാൻ കൊതിക്കുന്നതിൽ തെറ്റില്ല. അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയ്യത്തുള്ള അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാവരുടെയും കയ്യിൽ ഇൻഷാ അല്ലാഹ് ഒരു കവർ നൽകും. സ്ത്രീകളുടെ ഭാഗത്താണോ പുരുഷന്മാർക്ക്? എല്ലാവർക്കും ഇല്ല.
എല്ലാവർക്കും ഉണ്ട്. നാടിൻ്റെ എല്ലാം അഭിമാനമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പം ഗൾഫ് എന്നൊക്കെ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെയാണ്. നമുക്കും പ്രശ്നമാണ്. നമ്മൾ മീൻ്റെ അഹിലുകാരാണ് ഉസ്താദ് എന്ന് പറയുന്നവരുണ്ടാകും. പക്ഷെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഈമാനുണ്ട്. നമ്മൾ എത്ര കുറവ് വന്നാലും നമ്മൾ നൽകുന്നവരാണ് ദീനിന് വേണ്ടി. പക്ഷെ അള്ളാഹ് കൊടുക്കുന്ന ഉറപ്പാണ്. അള്ളാഹു അതിൻ്റെ ഇരട്ടി പ്രതിഫലം നൽകും. നാളെ നല്ലൊരു നിയ്യത്ത് വെച്ച് എല്ലാവരും കബറിന് നല്ലൊരു തുക ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിൻ്റെ കൈകളിൽ നൽകണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ വഹംദൻ ബിഖദ്രി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ്. സുബ്ഹാനൽ അബദിയിൽ അബദ് സുബ്ഹാനൽ വാഹിദിൽ അഹദ് സുബ്ഹാനൽ ഫർദിസ് സമദ് സുബ്ഹാന റാഫി സമാഇ ബിഗൈരി അമദ് സുബ്ഹാന മൻ ബസത്തൽ അർള അലൽ മാഇ ഫജമദ് സുബ്ഹാന മൻ ഖലഖൽ ഖൽഖ വഹിസാഹും مددا سبحان من قسم الأرزاق ولم ينسى أحدا سبحان من لم يتخذ صاحبة ولا ولدا سبحان من لم يلد ولم يولد ولم يكن له كفوا أحد سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من نمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرد الهموم والغموم فرج همومنا وغمومنا يا الله يا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من نفنيت برحمتك يا الله يا أرحم الراحمين أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ചോടുള്ള കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാ തൗഫീഖ് നൽകണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെ രഹസ്യമായ പരസ്യമായ ചെയ്തുപോയ മുഴുവൻ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിലെ നഖന്തേ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ റബ്ബേ. നിന്റെ മഅരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ. ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർ കൊണ്ട് അല്ലാഹുവേ, ദറസ് കമ്മിറ്റി ഭാരവാഹികൾ കൊണ്ട് മഹല്ലിന്റെ ഭാരവാഹികൾ കൊണ്ട് മദ്രസയുടെ ഭാരവാഹികൾ കൊണ്ട് സർവരുടെയും സർവ്വനിയത്തുകളെ സാധൂകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇതിനു വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണയ്ക്കുന്ന പ്രവാസ ലോകത്തുള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്, ലൈവായി പ്രഭാഷണം കേൾക്കുന്നവരുണ്ട്, സഹായങ്ങൾ നൽകുന്നവരുണ്ട്, ഈ സദസ്സിലേക്ക് കമ്മലൂരി നൽകിയവരുണ്ട്, സ്വർണത്തിന്റെ മോതിരമൂരി നൽകിയവരുണ്ട്, പൈസയായി നൽകുന്നവരുണ്ട്, നാളെ ഈ സദസ്സിൽ നല്ല തുക പ്രഖ്യാപിക്കാൻ നിയ്യത്ത് വെച്ചവരുണ്ട്. അല്ലാഹുവേ, സ്വർണത്തിന്റെ മോതിരം ഉൾപ്പെടെ നൽകാൻ തയ്യാറായ സഹോദരിമാരുണ്ട്. സർവരുടെയും സർവ്വനിയത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. രോഗികളുണ്ട് റബ്ബേ, പരിപൂർണ രോഗശമനം നൽകണേ അല്ലാഹ്. ശരീരത്തിന് ആഫിയത്ത് നൽകണേ റബ്ബേ. ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ്. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആബിദീങ്ങളാക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ. മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി നീ കബൂലാക്കണേ അല്ലാഹ്.
പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് റബ്ബേ, ഉന്നത വിജയം നൽകണേ അല്ലാ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യരായ പ്രവർത്തകരാക്കി മക്കളെ കബൂലാക്കണേ റബ്ബേ. ഈ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ ദർസിൽ പഠിക്കുന്നവർ, ദഅവാ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ സർവരെയും നിന്റെ അഹ്ലുകാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഖൈറിന്റെ അഹ്ലുകാർ ഉൾപ്പെടുത്തണേ റബ്ബേ. കടം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. പ്രവാസികളുണ്ട് റബ്ബേ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. നാട്ടിലുള്ള കൂലിത്തൊഴിലാളികളുണ്ട്, ബറക്കത്ത് ചൊരിയണേ റബ്ബേ. മീനിന് വേണ്ടി കടലിലേക്ക് ഇറങ്ങുന്ന പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സർവോപരി ആലിമീങ്ങള്, മുത്തഅല്ലിമീങ്ങള്, ദീനിന്റെ അഹ്ലുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാട്ടുകാരാണ്, കമ്മിറ്റി ഭാരവാഹികളാണ്, ഉലമാക്കളാണ്, സ്വീകരിക്കണേ റബ്ബേ. ആത്മീയ നേതൃത്വം നൽകുന്ന ഉലമാക്കൾക്ക് നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ഈ സദസ്സിൽ വന്നു ചേർന്ന ഉലമാക്കൾ, ഉമറാക്കൾ സർവരെയും കബൂലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ റബ്ബേ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസഹാബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാ ദിവസവുമുള്ള വിനീതന്റെ പ്രഭാഷണങ്ങൾ ലൈവും അല്ലാത്തത് ഓഡിയോ ക്ലിപ്പുമായി കിട്ടാൻ ഞാൻ ഒരു നമ്പർ പറയും. ആ നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ചെയ്യുക. 7356. മൊബൈലുള്ളവരൊന്ന് ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. 7356 611 386. ഒന്നുകൂടി പറയാം, 7356 611 386. ഈ നമ്പറിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ. കുമ്മന ഉസ്താദിൻ്റെ പേജിൽ ചേർക്കുന്നൊരു മെസ്സേജ് നൽകിയാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ചേർക്കപ്പെടും. എല്ലാ ദിവസവും ഉള്ള വായന നിങ്ങൾക്ക് ശ്രവിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, വിനീതിന് വേണ്ടി